ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 39-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 12 ആണ്. 12ന്റെ ഡിവിസിബിലിറ്റി റൂൾ. ഒരു നമ്പർ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക്. അപ്പൊ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ 12ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് ഒരു നമ്പർ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ നമ്പർ 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 3 കൊണ്ടും 4 കൊണ്ടും. ഇപ്പൊ 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 12 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് നമ്മളൊരു ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, സം ഓഫ് ദി ഡിജിറ്റ് നോക്കിയാൽ മതി. സം ഓഫ് ദി ഡിജിറ്റ് ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സിൽ ഫസ്റ്റ് വരുന്ന 24 ആണ്. 24ന്റെ സം ഓഫ് ഡിജിറ്റ് 2 + 4 = 6 ആണ്. നമുക്കറിയാം 6 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആണ്. അതുകൊണ്ട് 24ഉം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഇപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ. ഇനി 4 കൊണ്ടാണോ ചെക്ക് ചെയ്യാൻ ഈ 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ചെക്ക് ചെയ്യണം. അതാണ് അതിന്റെ റൂൾ അല്ലെ, ലാസ്റ്റ് 2 ഡിജിറ്റ്. അപ്പോൾ ഇത് 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് അത് നമ്മൾ നേരിട്ട് തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ 24 നമുക്കറിയാം 4 കൊണ്ട് ഡിവൈഡ് 6 × 4 24 ആണ്. അപ്പൊ ഇത് 4 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 12 ആയിരിക്കും. 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 12 ആയിരിക്കും. അപ്പൊ 48 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, 48ന്റെ സം ഓഫ് ഡിജിറ്റ് നോക്കാം. 3 കൊണ്ടും 4 കൊണ്ടും ചെക്ക് ചെയ്യണം. അപ്പൊ 4 + 8 = 12 ആണ്. 12 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആണ്. അതുകൊണ്ട് ഇത് എന്താണെന്ന് കിട്ടും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടും. ഇനി 4 കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്, ഇത് 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ആ നമ്പർ അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. നമുക്കറിയാം ഈ 48 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. 12 × 4 എന്ന് പറയുന്നത് 48 ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും, 4 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. 48 3 കൊണ്ടും ചെയ്യാൻ പറ്റുന്നു, 4 കൊണ്ടും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, 48 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 12 എന്ന് പറയാൻ പറ്റും. ഇനി വരുന്നതാണ് 108. അപ്പൊ 108 ആദ്യം ചെക്ക് ചെയ്യേണ്ടത് 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ 8 + 1 = 9 കിട്ടും. 9 3 കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് എന്താണ്, ഈ നമ്പറും ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഇനി 4 കൊണ്ടാണോ ചെക്ക് ചെയ്യണം. ലാസ്റ്റ് 2 ഡിജിറ്റ് 08 ആണ് അല്ലെങ്കിൽ 8 ആണ്. 8 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണ്. അതുകൊണ്ട് 108ഉം 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ 3 കൊണ്ടും ചെയ്യാൻ പറ്റുന്നു, 4 കൊണ്ടും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 108 ഈസ് ഓൾസോ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 12 ആണ് എന്ന് പറയാം. ഇപ്പൊ 24ഉം 48ഉം 108 ഒക്കെ എന്താണ്, 3 കൊണ്ടും 4 കൊണ്ടും ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 12 ആണ്. 7 8 3 6. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഡിജിറ്റുകളുടെ സമ്മ നോക്കുക. 3 + 6 = എന്ത് കിട്ടും, 15. 15 + 3 18. 18 + 6 24 കിട്ടും. നമുക്കറിയാം 24 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആണ്. അതുകൊണ്ട് ഈ ഒരു നമ്പറും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഇനി 4 കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. 36 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണ് അല്ലെ. 9 × 4 36 ആണ്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പൊ 3 കൊണ്ടും 4 കൊണ്ടും ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ ഒരു നമ്പർ എന്താണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 12 ആയിരിക്കും. അപ്പൊ ഒരു നമ്പർ 12 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ആ നമ്പർ 3 കൊണ്ടും 4 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹോൾ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 12 ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായിട്ട് വരുന്നത് വരെ ബൈ.